പൈങ്ങണ്ണൂർ നിരപ്പിൽ സ്ഥാപിച്ച മുക്കിലപീടിക സ്മാർട്ട് അംഗൻവാടി കെട്ടിടം കോട്ടക്കൽ മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സഹോദരി സഹോദരന്മാരെ, അംഗനവാടി ഉണ്ടാക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയും സംസ്ഥാന സർക്കാർ നൽകിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്മാർട്ട് അംഗനവാടി ഇവിടെ ഉണ്ടാക്കിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പ്രായമായ സ്കൂളിലൊക്കെ പറഞ്ഞയക്കുന്നതിന് മുമ്പേ അവർക്ക് ചെറിയ അറിവുകൾ നൽകാൻ, സ്വഭാവ രൂപീകരണം നടത്താൻ, അമ്മമാർക്ക് ഈ അംഗനവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റാവുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കേന്ദ്രമാണ് അംഗനവാടി. പോഷകാഹാര വിതരണത്തിന്, മരുന്ന് വിതരണത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാറ്റിനും നമ്മുടെ ഈ പ്രദേശത്തെ ചുരുങ്ങിയ കാര്യങ്ങൾ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് അംഗനവാടികളെ. അപ്പോൾ അത് ഏറ്റവും നന്നായി ഉണ്ടാക്കുകയും ഏറ്റവും നന്നായി സൗകര്യത്തോടു കൂടി നിലനിർത്തുകയും ഒക്കെ ചെയ്യുക എന്നത് നമ്മുടെ നാടിൻ്റെ ആവശ്യം. അതാണ് മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുത്തുകൊണ്ട് 27 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുകയും അതിലേക്ക് മറ്റാവശ്യങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുൻതൂക്കം നൽകുന്നു. ഗവൺമെൻറ്റും ചെറിയ തോതിൽ അതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു അർത്ഥത്തിൽ അംഗനവാടി ഏറ്റവും അനിവാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് വളരെ ഭംഗിയായി അത് കോൺട്രാക്ടറും ഇവിടുത്തെ കൗൺസിലറും ഒക്കെ അടക്കമുള്ള ആളുകൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന സന്തോഷകരമായ സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ എത്ര ആഹ്ലാദത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് അതിനെ വരവേൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമെന്ന് നിങ്ങളുടെ ഈ ഇരിപ്പും നിങ്ങളുടെ സാന്നിധ്യവും കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഇത്രമാത്രം ഈ അംഗനവാടി ഈ പ്രദേശത്തിന് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് നിങ്ങൾ എന്നതാണ് സന്തോഷകരമായ കാര്യം. അതാണ് ഈ വാർഡ് കൗൺസിലർ ഷാഹിന ഇങ്ങനെ ഈ അംഗനവാടി തീരാത്തത് കൊണ്ടും ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ വളരെ ബേജാറായി ഇങ്ങനെ ഓടുകയും നടക്കുകയും തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പം കണ്ടപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു തരത്തിൽ അതിനേറ്റവും നല്ല നിരക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഉണ്ടാകുക. ഏറ്റവും നല്ല ഇവിടെ അഷഫിനെ സൂചിപ്പിച്ചു, ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയ അംഗനവാടികളിൽ ഏറ്റവും ഭംഗിയായി ഒരുപാട് അംഗനവാടികൾക്ക് നമ്മൾ MLA ഫണ്ടിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും മറ്റിടങ്ങളിൽ ICDSൻ്റെ ഫണ്ടിൽ നിന്നുമൊക്കെയായി മുനിസിപ്പാലിറ്റിയിൽ ഒരുപാടേറെ അംഗനവാടികൾ നമുക്ക് പൂർത്തീകരിക്കാൻ, കെട്ടിടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും നന്നായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് മെമ്പറുടെ ഒരു എന്തോ ഒരു പ്രത്യേക താല്പര്യം കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എനിക്ക് റസാക്കണം. ഓക്കെ. അപ്പം ആ ഒരു തരത്തിൽ ഏതായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അതിന് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കാരണം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം, നാട്ടുകാരെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ക്രിയാത്മകമായി ചെയ്യുക എന്നുള്ളതാണ്. കഴിയാവുന്ന തരത്തിൽ നമ്മളതിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് നിർവഹിക്കാൻ ഇവിടെയുള്ള ആളുകൾക്കും നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്, സഹകരണത്തോടു കൂടിയാണ്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞങ്ങളും കൂടി പങ്കുചേരുന്നു എന്ന ചാരിതാർത്ഥ്യമാണുള്ളത്. ഇത് നിങ്ങൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, വിദേശത്തെ കുട്ടികൾക്ക് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി തുറന്നു കൊടുത്തിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി. മുഖ്യാതിഥിയായി തവനൂർ നിയോജക മണ്ഡലം MLA ഡോക്ടർ KT ജലീൽ പങ്കെടുത്തു. ക്ഷേമകാര്യ കൗൺസിലർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി, കൗൺസിലർ EP അച്യുതൻ, വേണു, VP സാലിഹ്, സഫീർ ഷാ, ICDS സൂപ്പർവൈസർ അമ്പിളി, കുറ്റിപ്പുറം ICDS ഓഫീസർ സൈനബ KT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കൗൺസിലർമാരായ റൂബി ഖാലിദ്, സുബിത രാജൻ, CM റിയാസ്, സിദ്ദിഖ് ഹാജി, ശൈലജ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് കൗൺസിലർ ഷാഹിന റസാഖ് നന്ദി പറഞ്ഞു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 20 ലക്ഷം രൂപയും വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ പാസാക്കിയ 15 ലക്ഷം രൂപയും അങ്ങനെ 35 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നഗരസഭ ഇത്രയും കൂടുതൽ പണം
അംഗനവാടിക്ക് നീക്കിവെക്കേണ്ടി വന്നത് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ സ്മാർട്ട് അംഗനവാടികൾ എങ്ങനെയാവണം എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന ICDS ഒരു പ്ലാൻ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ എത്ര പണമാണോ ആവുക അത് നിർമ്മിക്കുക. അതിലേക്ക് 20 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകും. ബാക്കി വരുന്ന തുക നഗരസഭ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തേണ്ടി വന്നതുകൊണ്ടാണ് വലിയൊരു തുക ഈ അംഗനവാടിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വന്നത്. സ്മാർട്ട് അംഗനവാടിയാകുമ്പോൾ അതിനൊരുപാട് സൗകര്യങ്ങൾ വേണം. ആ സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം സഹകരിച്ചു നിന്ന നഗരസഭയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഷാഹിന റസാക്ക് നല്ല ഇടപെടൽ ഈ വാർഡിൻ്റെ കൗൺസിലർ എന്നുള്ള നിലയിൽ നടത്തി എന്ന് പറയുന്നത് കേട്ടു. വലിയ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള അംഗനവാടിയാണ് ഇവിടെ ഇന്ന് സ്മാർട്ടായിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, 35 ലക്ഷം രൂപ സർക്കാർ ചെലവിട്ട് നിർമ്മിച്ച ഒരു സംവിധാനത്തിൽ എത്ര കുട്ടികളാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? 15 കുട്ടികളാണ് ഈ അംഗനവാടിയിൽ ഇപ്പോൾ ഉള്ളത്. 3 വയസ്സായാൽ അംഗനവാടിയിലേക്ക് പറഞ്ഞയക്കാം. പലരും വിചാരിക്കുന്നത് മക്കളെ അംഗനവാടിയിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു കുറവാണ് എന്നാണ്. ഈ അംഗനവാടിയിൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ മൂത്ത മകള് അസ്മ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇവിടെ പഠിച്ചിട്ടുണ്ട്. അവളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ചില സമയങ്ങളിലൊക്കെ ഞാനും അന്ന് വന്നിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ മക്കളും ഒരു സമയത്ത് ഇവിടെ വന്നിരുന്നു. 3ഉം 4ഉം വയസ്സ് പ്രായമുള്ളപ്പോൾ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ LKG UKG ക്ലാസ്സുകളിലേക്ക് അയക്കണമെങ്കിലും ഒരു 4 വയസ്സെങ്കിലും ആവണം. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഒരു വർഷമെങ്കിലും നമ്മളുടെ കുട്ടികളെ അംഗനവാടിയിലേക്ക് പറഞ്ഞയക്കണം. ഇവിടെ പഠിച്ചാൽ അങ്ങനെ മോശമാവുകയെന്ന ഒന്നും ഇല്ല. ഇവിടെ പഠിച്ച ആരും അങ്ങനെ മോശമായി എന്ന് നമുക്ക് പറയാനും കഴിയില്ല. നല്ല പോഷകാഹാരം സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ നൽകുന്നത് അംഗനവാടികൾ മുഖേനയാണ്. ഈ സംവിധാനം വളരെ ശക്തമാണ് ഉത്തരേന്ത്യയിൽ. നമ്മളുടെ നാട്ടിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതുകൊണ്ട് എല്ലാവരും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിരപ്പിലെ വീടുകളിൽ നിന്ന് 3 വയസ്സായ ഒരു കുട്ടിയെയും മറ്റെവിടേക്കും പറഞ്ഞയക്കാതെ നോക്കുകയും അവരെ എല്ലാം സർക്കാരിൻ്റെ ഈ സംവിധാനത്തിന് കീഴിൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur.